ഒമർ അബ്ദുള്ള സർക്കാരിന്റെ മന്ത്രിസഭാ യോഗം ഇന്ന് പെഹൽഗാമിൽ ചേരും. ശ്രീനഗറിനും ജമ്മുവിനും പുറത്ത് ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗമാണിത്. ഭീകരതയ്ക്കെതിരെ ശക്തമായ സന്ദേശം നൽകുകയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റെ ലക്ഷ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, പെഹൽഗാമിൽ ഒരു മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ തീർച്ചയായും അതൊരു ശക്തമായ സന്ദേശമാണ്. അതിനൊപ്പം തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രത്യേകതയും എന്താണ്? വീണ, ഇത് ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീരിന്റെ 2 തലസ്ഥാന നഗരങ്ങൾക്ക് പുറത്ത് ഒരു മന്ത്രിസഭാ യോഗം നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനമുള്ളത്, ശ്രീനഗറും മറ്റൊന്ന് ജമ്മുവുമാണ്. കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ 2 നഗരങ്ങൾ ക്യാപിറ്റലാക്കി പ്രഖ്യാപിച്ചിരുന്നത്. അതിന് പുറത്ത് സാധാരണയായി മന്ത്രിസഭാ യോഗങ്ങൾ നടക്കുന്നത് ഈ 2 തലസ്ഥാന നഗരികളിലെ സെക്രട്ടേറിയറ്റിലോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ വസതിയിലുമാണ് സാധാരണയായിട്ട് ഇത് നടക്കുന്നത്. ഇത് ചരിത്രത്തിൽ ആദ്യമായി ജമ്മു കാശ്മീരിലെ ഒരു മന്ത്രിസഭാ യോഗം ഇന്നിപ്പോൾ പഹൽഗാമിൽ വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ന് അവിടെ ഭീകരർ മതം ചോദിച്ച് നടത്തിയ ഭീകരാക്രമണത്തിൽ 26 ഭാരതീയർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ പിന്നീട് ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വലിയ തിരിച്ചടികൾ ഭീകരർക്ക് നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തുടർന്ന് ഭീകരതയ്ക്കെതിരെ വീണ്ടും ശക്തമായ സന്ദേശം നൽകുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒമർ അബ്ദുള്ള സർക്കാരിന്റെ മന്ത്രിസഭാ യോഗം ഈ ഭീകരാക്രമണം നടന്ന പഹൽഗാം നഗരത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാരെ കൂടാതെ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരും, സർക്കാർ തലങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ഗൗതം.